നമസ്കാരം, നന്ദുകാവാലമാണ്. ഒരു രാജ്യത്തോട് ജനങ്ങളുടെ അവകാശം അത് ഊട്ടി ഉറപ്പിക്കുന്നതാണ് തിരഞ്ഞെടുപ്പും വോട്ട് ചെയ്യലും. ഏപ്രിൽ 26 കടുത്ത ചൂടിൽ പൊരിവെയിലത്ത് നിന്ന് മര്യാദക്കാരായി വോട്ട് ചെയ്ത് നമ്മൾ നമ്മുടെ മഹത്തായ അവകാശം വിനിയോഗിച്ചു. കയ്യിൽ ഈ മഷിപ്പാടുമായി നമ്മൾ വീടണഞ്ഞു. ഓർക്കുക, 2019 അതായത് 5 വർഷം മുമ്പ് അന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കയ്യിൽ മാർക്ക് ചെയ്ത മഷിപ്പാട് ഇതുവരെ പോകാത്തത് കൊണ്ട് 2 പേർക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായത്. അവർ പറയുന്ന പ്രകാരം നഖങ്ങൾ വളർന്നു, പക്ഷേ കയ്യിലെ മഷിപ്പാട് 5 വർഷമായിട്ടും പോയില്ലത്രേ. അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ എന്തായാലും വോട്ട് ചെയ്തു, വീടെത്തി. നമുക്കിനി ഈ അത്ര ഭംഗിയില്ലാത്ത മഷിപ്പാട് എങ്ങനെ എത്രയും എളുപ്പം മായ്ച്ചു കളയാം എന്നതിനുള്ള 4 മാർഗങ്ങൾ ഇവിടെ നമുക്ക് അപഗ്രഥിക്കാം. ഏതാണ് ഈ ഇങ്ക്? ഇതിന്റെ പേരെന്താണ്? ഇതിന്റെ ടെക്നിക്കൽ സൈഡ് എന്താണ്? ഇലക്ടറൽ ഇങ്ക്, ഇൻഡെലിബിൾ ഇങ്ക്, ഇലക്ടറൽ സ്റ്റെയിൻ ഓർ ഫോസ്ഫോറിക് ഇങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന എ സെമി പെർമനന്റ് ഇങ്ക് ഓർ ഡൈ that is applied to the forefinger of voters during elections in order to prevent electoral fraud such as double voting. അപ്പൊ 4 പേരാണ് ഇതിനുള്ളത്. എങ്കിലും ഇൻഡെലിബിൾ ഇങ്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത് സാധാരണ ഇങ്ക് അല്ല. 72 മണിക്കൂർ കഴിഞ്ഞാലും മായാൻ പാടുള്ള ഇങ്കാണ്. കാരണം സിൽവർ നൈട്രേറ്റ് ആണ് ഇതിലെ ഒരു ചേരുവ. പക്ഷെ ആൽക്കഹോൾ ചേർത്തുണ്ടാക്കുന്ന ഈ മഷിയുടെ പാട് മാറ്റാൻ ചില വഴികളുണ്ട്. ഒന്ന്, വിരൽ ബ്ലീച്ച് ദ്രാവകത്തിൽ മുക്കി ആന്റി ബാക്ടീരിയൽ വൈപ്സ് ഉപയോഗിച്ച് പതുക്കെ തുടച്ച് ഇത് മായ്ക്കാൻ സാധിക്കും. ഇനി ഡിഷ് വാഷിംഗ് ലിക്വിഡ് അല്പം എടുത്ത് സ്പോഞ്ച് വെച്ച് തുടയ്ക്കുക എന്നതാണ് അടുത്ത മാർഗം. എന്നിട്ട് ചൂടുവെള്ളത്തിൽ കഴുകാം. ഹെയർ റിമൂവൽ ക്രീം പുരട്ടി 3 മിനിറ്റിന് ശേഷം ക്ലെൻസിംഗ് വാട്ടറും കോട്ടൺ പാഡും കൊണ്ട് തുടയ്ക്കുക. അതിനുശേഷം കൈകൾ നല്ലപോലെ കഴുകി മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ബോഡി ലോഷൻ അതിൽ പുരട്ടി കഴിഞ്ഞാൽ ഈ മഷി പോകും. എന്താ, ഇതിലേതെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കൂ. അടുത്ത ഇലക്ഷൻ വരെ നമുക്കിനി ഒട്ടും ആവശ്യമില്ലാത്ത ഈ വൃത്തികെട്ട പാട് മായ്ച്ചു കളയാൻ പറ്റുമോ എന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. നന്ദി, നമസ്കാരം.